പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. 12:00 പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. ഉച്ചയ്ക്ക് 12 വരെ മൃതദേഹങ്ങൾ പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിഖിൽ മത്തായി, അനു ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ മരണമടഞ്ഞത്. സനോജ് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ്, ഇപ്പോഴും ഇവരുടെ പൊതുദർശനം പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? സംസ്കാരം 12:30 അങ്ങനെയാണോ ചടങ്ങുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ബിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മണിക്ക് ശേഷമാണ് രണ്ടുപേരുടെയും ഭവനത്തിൽ നിന്നും വിലാപയാത്രയായി 4 പേരുടെയും മൃതദേഹങ്ങൾ ഈ പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ പള്ളി അങ്കണത്തിന് സമീപമുള്ള ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്ത് 4 പേരുടെയും മൃതദേഹങ്ങൾ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. നാടിന്റെ നാനാ തുറകളിൽ നിന്നും നിരവധി ആളുകളാണ് അവസാനമായി ഇവരെ ഒരു നോക്ക് കാണുവാനും യാത്രയാക്കുവാനും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 12:30 പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കാത്തോലിക്ക പള്ളിയിലാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ 4 പേരുടെയും ഭൗതികദേഹം രാവിലെ 6 മണിക്കോടുകൂടിയാണ് പ്രത്യേകമായി തയ്യാറാക്കിയ ആംബുലൻസുകളിലേക്ക് മോർച്ചറിയിൽ നിന്നും ബന്ധുക്കൾ ഏറ്റുവാങ്ങി മൃതദേഹം ഈ 2 പേരുടെയും ഭവനങ്ങളിൽ എത്തിച്ചത്. ഈ ഭവനങ്ങളിൽ എത്തിച്ച മൃതദേഹം അവിടുത്തെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പള്ളികളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം 2 വീടുകളിലായി പൊതുദർശന ചടങ്ങുകൾ നടക്കുമ്പോൾ എത്തുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബന്ധുമിത്രാദികൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് പള്ളി അങ്കണത്തിൽ തന്നെ പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, നീണ്ട നിര, വലിയ ഒരു നിരയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം രാവിലെ 8 മണിക്ക് ശേഷം മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ മുതൽ നിലയ്ക്കാത്ത ഒരു ജനപ്രവാഹമാണ് ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം സങ്കടപ്പെടുത്തിയ ഒരു വേർപാടാണ് ഈ 4 പേരുടെയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം 4 പേരും അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു. കാരണം 8 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇവർ ഇരുവരും വിവാഹിതരാകുന്നത്. പിന്നീട് മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച് മടങ്ങും വഴി 12 കിലോമീറ്റർ മാത്രം പിന്നിടാൻ ഇരിക്കുമ്പോഴാണ് അതിദാരുണമായ അപകടത്തിൽ 4 പേരുടെയും വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞത്. ഈ 2 ദമ്പതികളുടെ 2 പേരുടെയും പിതാക്കന്മാർ ഒരുമിച്ചാണ് ഇരുവരെയും എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നതിനായി യാത്ര പുറപ്പെട്ടത് എന്ന് പറയുമ്പോൾ തന്നെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവുകൾ കൂടിയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അത്രത്തോളം ആത്മബന്ധമുണ്ടായിരുന്ന 2 കുടുംബങ്ങൾക്കാണ് വിലപ്പെട്ട 4 ജീവനുകൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് സങ്കടകരമാണ്. ഇവിടെ എല്ലാവരുടെയും കണ്ണുകൾ ഈർന്നണിഞ്ഞ അവസ്ഥയിലാണ്. ബന്ധുമിത്രാദികൾ രാവിലെ മൃതദേഹം പള്ളി അങ്കണത്തിലേക്ക് എത്തിക്കുമ്പോൾ ബോധരഹിതരായി വീഴുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. കരഞ്ഞ് കണ്ണീർ പറ്റിയ ബന്ധുക്കളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഈ പള്ളി അങ്കണം 30-ാം തീയതിയായിരുന്നു ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടന്നത്. അങ്ങനെ ആഘോഷപൂർവ്വമായി വിവാഹ ചടങ്ങുകൾ നടന്ന് അന്ന് സന്തോഷത്തിലും ഒപ്പം തന്നെ ഇവർക്ക് ആശംസകൾ അറിയിക്കാനും എത്തിയ നിരവധി പേരാണ് ഇന്ന് ഇവരെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഈ പള്ളി അങ്കണത്തിൽ ഹൃദയവേദനയോടുകൂടി വന്നു നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:30 വരെ ഇവിടെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവും. അതിനുശേഷം ഇവിടെ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരേ ദേവാലയത്തിലെ ഒരേ ഇടവകക്കാരായതുകൊണ്ട് തന്നെ 4 പേരുടെ സംസ്കാരം ഒരിടത്ത് തന്നെയാണ് നടക്കുന്നത്. ബിനിഷ. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ജന്മനാട് അവർക്ക് യാത്രാമൊഴി ഏകിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സങ്കടകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ അവിടെയുള്ളത്. കാരണം നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. അവർക്ക് യാത്രാമൊഴി ഏകാനെത്തിയ തടിച്ചുകൂടിയ ആളുകളെ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം അവർ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു എന്ന്. കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടുക്കി, നമ്മളെല്ലാവരും നടുക്കിയ ഇത്തരത്തിൽ വലിയൊരു ദുരന്തമുണ്ടായത്. അപകടത്തിൽ 4 പേരും തൽക്ഷണം മരിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും.